എല്ലാവർക്കും ഒരു ഹായ്. ഇപ്പോൾ ഇന്നാണ് പോകുന്നത് സൊല്ലൻ്റ് 2 എന്നാണ് ഇവിടെ എപ്പിസോഡ് 101. ഓക്കെ, ഇപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ യുഹാവനെ കൊണ്ട് സ്റ്റാർ ഫോറസ്റ്റിൻ്റെ സെൻറ്ററിലെത്തി. അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു DTN. അപ്പോൾ ഇതാണ് ലേക്ക് ഓഫ് ലൈഫ്, ഇതിലെ വാട്ടർ ലൈഫ് എനർജി തരും. അവനോട് കുടിച്ച് റിക്കവർ ആകാനായിട്ട് പറഞ്ഞ് അവനെ നോക്കി സത്യമാണ്, ഹ്യൂമൻസ് എന്ന ഇവിടെ ലാൻഡ് ഓഫ് ഗ്രേറ്റ് ഈവിൾ എന്നാണ് പറയുന്നത്. എന്നാൽ ഇതൊരു പാരഡൈസ് ആണ്. ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ബിയർ വരുന്നത്. യുഹാവനെ കണ്ട് ഹ്യൂമനോ എന്ന് പറഞ്ഞ് കൊല്ലാൻ വന്നത് എന്ത് ധൈര്യമുണ്ട് എന്ന് DTN തടഞ്ഞു. DTNോട് നമ്മുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും നമ്മുടെ ആൾക്കാർ എല്ലാവരും ഡെഡായത് ഇവർ കാരണമാണ്, എന്നിട്ട് കൊല്ലാൻ ഓർഡർ ഇട്ടിട്ട് ഇപ്പോൾ തടയുന്നു. DTN അപ്പോൾ എന്നോട് എതിർത്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്ന് കാണിക്കുമ്പോൾ എന്നോട് ക്ഷമിക്കുക എന്ന് പറയുകയാണ്. എന്നാൽ നമ്മുടെ അത്രയും പേർക്ക് എന്ത് നീതിയാണ്. അതിന് DTN ഹ്യൂമൻസ് നമ്മൾ വിചാരിച്ചതുപോലെയല്ല. എന്നും പുതിയ റീഎൻഫോഴ്സ്മെന്റ് വന്നിട്ടും കൂടി ഷ്രക്കിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. ഇനി കഴിഞ്ഞാൽ ഹ്യൂമൻസിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഷ്രക്ക്. എന്നിട്ട് നമ്മുടെ പകുതിയോളം പേര് ഡെഡായി. ഇനിയും പോയാൽ വലിയ ഡിസാസ്റ്റർ തന്നെയാകും ഫ്യൂച്ചറിൽ ഉണ്ടാകാം. നമ്മളെ എന്തിന് വിളിച്ച് എന്ന് പറഞ്ഞ് ബീജും വരുന്നു. അതുപോലെ ഗ്രേറ്റ് ടോപ്പ് 10-ലെ 5 ബീസ്റ്റും ഇപ്പോൾ അവിടെ ഉണ്ട്. ഷൂന് ബിങ് കൂടി ചേർത്ത് ടോപ്പ് 7. എംപറർ ബീസ്റ്റ് എന്തിനാണ് ನನಗೆ വേണ്ടി സാക്രിഫൈസ് ചെയ്തത് സ്നോ എംപ്രസിനെ കാണിക്കുന്നു. അവ ഷൂനുവിനെ പുറത്തു വരുത്തി. അവളുടെ ഹ്യൂമൻ ഫോമാണ്, അതുപോലെ ഇത് റിയൽ സ്നോ എംപ്രസ് ആണ് എന്നത് അവർക്ക് മനസ്സിലായി. വാങ്ഷോറിനെ എവിടെ വെച്ചാണ് കണ്ടത്, പിന്നെ നടന്ന കാര്യം എല്ലാം പറഞ്ഞ് സാക്രിഫൈസ്, അതും അതിലൂടെ ഒരുപാട് പേരെ രക്ഷിച്ചു. അവളൊരു ഹീറോ ആണ്. DTN എംപറർ ബീസ്റ്റ് ഡെഡായി. അത് ഒരുപാട് ബീസ്റ്റിന് ഒരുപാട് പേരെ രക്ഷിച്ചുകൊണ്ട് അവരോട് സോൾ സ്പിരിറ്റ് ഐഡിയ എന്താണ് പറയാനുള്ളത്. അതിലൊരു ബീസ്റ്റ് ഒരു സോൾ സ്പിരിറ്റ് ആകാനുള്ള ചാൻസ് എത്രയാണ് എന്ന് ഇനി 70%. ഷൂനുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലായിരുന്നു. അവൻ്റെ ടീച്ചറിൻ്റെ കോൺഷ്യസ്നെസ് ബേൺ ചെയ്താണ് കൺട്രോൾ ആകാൻ നോക്കിയത്. മറ്റു നോർമൽ ബീസ്റ്റുകൾക്ക് അവൻ്റെ മിത്തിക്കൽ ടെക്നിക്ക് അതിലൂടെ ആകുമ്പോൾ ചാൻസ് റൈസ് ആകുക. ചെയ്ത് വർക്കായ അതൊരു വേർത്തായ ഐഡിയ ആണ്. ഇപ്പോഴാണ് വാറിന് ശേഷം ഒരുപാട് ബീസ്റ്റുകൾ ഇഞ്ചുറി ഹീൽ ചെയ്തിട്ടും കാര്യമില്ല. സോൾ സ്പിരിറ്റ് എക്സ്പെരിമെന്റിന് അവരെ നോക്കാം എന്ന ഐഡിയ പറയുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞാലോ. DTN സമ്മതിച്ചു. എക്സ്പെരിമെന്റിനുള്ളവരെ 3 ദിവസം കഴിഞ്ഞ് വരാനായിട്ട് പറയുകയാണ്. യുഹാവനോട് ഇത് സക്സസ് ആകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവനോട് ഇവിടെ ട്രെയിനിങ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് പോയി. പിന്നെ സോൾ സീൽ ഇരിക്കെ ടാങ്മിങ് അവനോട് ഓരോന്ന് പറയുന്നുണ്ട്. വാങ്ഷോറും മറ്റും എല്ലാ ബീസ്റ്റുകളെയും ഹ്യൂമൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഹ്യൂമൻസ് ആകട്ടെ വലിയ ടെക്നോളജി കൊണ്ടുവരാൻ നോക്കി. അവർക്ക് ഫൈറ്റ് ചെയ്യാൻ പോലും ബിസി ആയിപ്പോയി. അതിന് യുഹാവ ടൈമിങ്ങിന് DTN ലോക്കാക്കി ഒരുപാട് വർഷം വെച്ചിരുന്നല്ലോ. ലൈഫ് എനർജി എടുത്തുകൊണ്ടിരുന്നു. ബിങ് വന്നിട്ട് ശരിയാണ്, ഇവന്റെ കോമ്പാക്ട് പവർ ആവറേജ് ആണ്, എന്നാൽ സ്പിരിച്വൽ പവർ വളരെ സ്ട്രോങ് ആണ്. ടൈമിങ് കണ്ട് വേറെ ലോകത്തേക്ക് പോയി. ഇപ്പോഴാണ് ബിങ്ങിന്റെ രൂപം മാറിയത് കാണിക്കുന്നത്. ഈവിൾ ടൈറന്റ് കിങ് ലോഡിനേക്കാൾ മുകളിലാണ്. അവന്റെ സ്പിരിച്വൽ എനർജി ബിങ്ങിന്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ നോക്ക് നമ്മൾ മാച്ചിങ്ങില് DTN മറ്റുള്ളവരും ഹാർഡായിട്ട് കൾട്ടിവേഷൻ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ടൈമിങ് ഗ്രേറ്റ് ടോപ്പ് 11-ലേക്ക് വരാൻ ഇനി കഴിയോ? ഇല്ല. യുഹാവ ഇപ്പോൾ ലവ് വാലിക്ക് ശേഷം നിങ്ങൾക്ക് എന്താ നടന്നത്? ക്ലോസ് ആയല്ലോ. അത് കേട്ട് അവൾക്ക് നാണം വന്നിട്ട് നോൺസെൻസ് പറയില്ലേ. ടൈമിങ് അവനോട് ഞാനും പിങ് ഷൂനും സോൾ സ്പിരിറ്റ് ആകാൻ ചൂസ് ചെയ്തു. നമ്മൾ ഒറിജിനലി സോൾ ബീസ്റ്റുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബീസ്റ്റുകൾ മുന്നോട്ടും സോൾ സ്പിരിറ്റ് ആയിട്ട് ജീവിക്കാൻ കഴിയണം. അതിന് നിനക്ക് പറ്റും, നീ നടത്തിയെടുക്കണം എന്ന് പറയണം. അവന് റിയൽ വേൾഡിലേക്ക് എത്തി. അവൻ പിന്നെ അവിടെ ട്രെയിനിങ് ചെയ്യുകയാണ്. അവൻ്റെ പകുതി എഫേർട്ട് എടുത്ത് ഡബിൾ മടങ്ങ് ആയിട്ട് തിരിച്ച് കിട്ടുകയാണ്. അങ്ങനെ ട്രെയിൻ ചെയ്യുന്ന ലൈഫ് എനർജി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുകയാണ്. ഒരു പവർഫുൾ ആയ സ്ട്രൈക്ക്, ഒരു സോൾ എനർജി, സ്പിരിച്വൽ എനർജി കൂടി ചേർത്ത് മൂവൻ പഠിപ്പിച്ച ഫിസ്റ്റ് ടെക്നിക്ക് അത് കൊടുക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് DTN വരുന്നത് ഇപ്പോൾ ഒരു ഹ്യൂമൻ ഫോമിലാണ് എന്നത് കാണാം. എൻ്റെ നേരൊന്ന് ട്രൈ ചെയ്യ് എന്ന് അവൻ അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് റെസ്പെക്റ്റ് എന്ന രീതിയിൽ പറയുമ്പോൾ നിന്റെ ട്രെയിനിങ് വളരെ കാമായിട്ടാണ് ഉള്ളത്. അവനെക്കുറിച്ച് ഉള്ള ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പൊക്കി പറയുന്നുണ്ട്. മറ്റുള്ളവരെ വെച്ച് ഡിഫറൻ്റ് ആണ്, ടാലൻ്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഒരു മാച്ച് നോക്കാം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നു. ഐസ് വെച്ച് ബ്ലോക്ക് ആക്കി എന്നിട്ട് അത് പൊട്ടിച്ച് വൈ DTN അടിക്കാൻ നോക്കുന്നു. എന്നാൽ അതെല്ലാം DTNന്റെ ബോഡിയിലുള്ള ആർമർ പോലെയുള്ള എന്തോന്നിട്ട് തടയിക്കണം. ഒന്നുപോലെ ഏൽക്കുന്നില്ല. അവന് നേരെ വരുന്നു. എന്നിട്ട് ഡ്രാഗൺ ബേബ് കൊടുത്തു. അവന്റെ സോള് ഒരു സെക്കൻഡ് പുറത്തു പോയിട്ട് വന്നു. പിന്നെ നോക്കാനായിട്ട് പറയുമ്പോഴാണ് അവൻ സോൾ ബേൺ സ്കില്ല് അത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മറ്റേ ടൈറന്റ് ഈവിൾ ഇന്ത്യ കൂടി ചേർത്താണല്ലോ ഉള്ളത്. അവന്റെ തന്നെ ഒരു പ്രൊജക്ഷൻ അതാണ് കാണിക്കുന്നത്. അതൊരു മാർഷൽ സോൾ ഫോം അല്ല, ഇല്യൂഷറി ആയിട്ട് ചെയ്യുന്നതാണ്. അതിനോടൊപ്പം നാച്ചുറൽ കൂടി ചേർത്ത് എന്നിട്ട് മുഴുവൻ സ്പീഡിന് വന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. DTN ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഇത്ര ചെറിയ പ്രായത്തിൽ ഇവന്റെ കോമ്പാക്ട് വളരെ പവർഫുൾ ആണ്. മോയൻ്റെ ഫേവറേറ്റ് ഡിസ്പ്ലേ ആയതിൽ ഒരു അതിശയമില്ല. പിന്നെ അവൻ വാങ്ഡോങ് അവനും കൂടി ചേർന്നുള്ള സ്കില്ല് അത് വിടുന്നു. അതുകൊണ്ട് DTN തൻ്റെ വിരല് മാത്രം യൂസ് ചെയ്ത് അവിടെ ഒരു ഹോള് തന്നെ ഉണ്ടാക്കി അതിനുള്ളിലേക്ക് ആ സ്കില്ല് അയച്ചു. എന്നിട്ട് മാറി. യുഹാവയെ മാറി വീണ് DTNോട് നന്ദി പറയുന്നുണ്ട്. ഞാൻ 2 ഡേയ്സ് കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞു പോയി.
മനസ്സിലാവ യൂസ് ചെയ്ത സ്കില്ല് അതോ പവർഫുള്ളായ സ്കില്ലാണ്, എനിക്കത് മാറാൻ കഴിഞ്ഞില്ല. എന്താണ് കാരണം? ഇമോഷൻ അതുകൂടി യൂസ് ചെയ്തത് കൊണ്ടാണ്. അത് കഴിഞ്ഞ് ദിവസം കടന്നുപോയി. ബീജി അങ്ങോട്ട് വന്ന് വെയിറ്റ് ചെയ്യ DTN വന്ന് ശ്രക്ക് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് പോയി. അവരവിടെ എത്തി. യുഹാവനെ കണ്ട അവർക്ക് ആശ്വാസമായി. DTNോട് നമ്മൾ വന്നു. DTN അപ്പോൾ സംസാരം മതി. യുഹാവനോട് സോൾ സ്പിരിറ്റ് എക്സ്പെരിമെന്റ് സക്സസ് ആകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയണു. ഒരു ബീസ്റ്റ് ഫ്രീ ആക്കി വിട്ടാൽ അവ ഓടിപ്പോകില്ലേ? അതിനൊരു ലുക്ക് മാത്രം. യുഹാവ 2 സൈഡിലുള്ള ഒരാൾ വരാനായിട്ട് പറയുന്നുണ്ട്. ബീജി അങ്ങോട്ട് പരിക്കേറ്റ ബീസ്റ്റുകളെ കൊണ്ട് വരാനായിട്ട് വിളിക്കുന്നു. അതിലൊരു ടൈഗർ, അതിനാണ് ആദ്യം നോക്കേണ്ടത്. മറ്റേ ബീസ്റ്റാണ് അതിനെ വരാനായിട്ട് പറഞ്ഞു. യുഹാവനോട് പറയുന്നുണ്ട്, ഇതെനിക്ക് ലോയലായ ഒന്നാണ്, അതിന് വല്ല പറ്റിയ ഹ്യൂമൻസിനെ ഞാൻ കൊല്ലും, ആ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഹ്യൂമനിനെ കൊല്ലും. അതായിട്ട് അവർ ഷോക്ക്. ഞാൻ വരാം എന്ന് പറഞ്ഞ് ഹുവാബിൻ വരുന്നു. യുഹാവന്റെ അടുത്തെത്തിയ യുഹാവ അവൻ വന്നത് കണ്ട അതിശയം. ലവ് വാലിയിൽ അവരുടെ അച്ഛനെ രക്ഷിച്ചത് ഉണ്ടായിരുന്നല്ലോ, അത് മറക്കാൻ കഴിയില്ല. അവനോട് ഈ ബീസ്റ്റ് അവന്റെ സോളായിട്ട് ചേർന്ന അവന് പുതിയൊരു സോൾ സ്പിരിറ്റ് ആയിട്ട് കിട്ടും. അവനും ഒക്കെ പറയാണ്. പിന്നെ ചെയ്യാനായിട്ട് തുടങ്ങി സോൾ റിങ്. അതെടുക്കുന്ന എല്ലാവരും കണ്ട് ഷോക്കായി പോയി, ഇൻക്ലൂഡിങ് ഹെക്ടമിൻ്റെ സോൾ റിങ് ഉണ്ടായിരുന്നു. ഹുവാബിന് എൻ്റെ ലൈഫിൽ ഒരു ചാൻസ് പോലും ഇല്ല ഇവനെ തോൽപ്പിക്കാൻ. ഇപ്പോൾ ഹുവാബിന് ഒരുപാട് മാറി എന്നത് കാണാം. അങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങി നെക്രോമൻസറി പവർ അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അവരുടെ സോളായിട്ട് കണക്റ്റ് അങ്ങനെ പോവുകയാണ്. ആ റിച്വൽ നടത്തി വരെ മറ്റേ ബീസ്റ്റിന്റെ പ്ലാൻ ആയിരുന്നു. ഈ ബീസ്റ്റ് അപ്പോൾ തന്നെ യുഹാവനെ കൊല്ലാനായിട്ട് നേരെ ചാടുവെന്ന് യുഹാവ അത് മനസ്സിലാക്കിയിട്ട് എംബറർ പാമ യൂസ് ചെയ്ത് ഫ്രീസ് ആക്കി എന്നിട്ട് അതിനെ കൊന്നളഞ്ഞു. എന്ത് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കുവാണ് മറ്റേ ബീസ്റ്റ്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെ അടുത്ത ദിവസം എടുക്കാനാ? ഓക്കെ, ബൈ.